അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ മുസ്തഫ പറയുന്നത് നീതി, ഇസ്ലാം കാര്യങ്ങളിൽ നീതി ഉണ്ടോയെന്നാണ്. ഇസ്ലാം കാര്യങ്ങളിൽ നീതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ, അതായത് ഹദീസിൽ എണ്ണിയിട്ടുള്ള ഇസ്ലാം കാര്യങ്ങളിലാണ് നീതി ഉണ്ടോയെന്ന് മുസ്തഫൻ്റെ ചോദ്യമല്ല, അത് ഇസ്ലാമി നീതിക്ക് നിർദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. ഈ ചോദ്യത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് മുസ്തഫയുടെ ജീവിതം തന്നെ ആയിരിക്കും അതിൻ്റെ ഏറ്റവും നല്ല ഉത്തരം എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ നീതി എന്നത് മനുഷ്യനെ അതിനെ പ്രേരിപ്പിക്കേണ്ട പ്രധാന ഘടകം ഏതാണ്, അതാലോചിക്കേണ്ടതുണ്ട്. നീതിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവിടെ നീതി എന്ന് ചെയ്യണം, എഴുതിലൂ എന്നങ്ങോട്ട് പറഞ്ഞു വെക്കല്ല വിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഖുർആൻ നടത്തുന്ന ഒരു സംബോധന ഉണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ. അപ്പോൾ യഥാർത്ഥത്തിൽ നീതി ആരിൽ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ചരിത്രത്തിൽ നീതിപൂർവകം ഭരണം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ കൈയാളിയിട്ടുള്ള ആളുകൾ ആരാണ്? ഒറ്റപ്പെട്ട വ്യക്തികൾ മറ്റുള്ളവരിൽ ഉണ്ടാവില്ല എന്നൊന്നും നമുക്ക് വാദമൊന്നുമില്ല. കാരണം മനുഷ്യൻ്റെ പ്രകൃതി പറഞ്ഞാൽ വ്യത്യസ്തമാണെന്ന് ഉള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഒരു സമൂഹം എന്നുള്ള നിലക്ക് അതുപോലെ തന്നെ താൻ അംഗീകരിച്ച ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദർശബദ്ധമായിട്ട് ലോകത്ത് നീതി നടപ്പിൽ ആരാ? അത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന സംഗതി, ഇസ്ലാമുമായി ബന്ധമുള്ള ഭരണകൂടങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിനെ തനതായി ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തികൾ, കുടുംബങ്ങൾ, ഇവരൊക്കെയാണ് നീതിപൂർവകമായിട്ട് കാര്യങ്ങൾ കൈയാളിയിട്ടുള്ളത്. മുസ്ലിങ്ങളിൽ അനീതി ചെയ്തവരില്ല എന്ന് ചോദിച്ചാൽ ചെയ്തവരുണ്ട്. അവരത്രമാത്രം ഇസ്ലാമിനെ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് അതിൻ്റെ മറുപടി. ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ ഗാന്ധിജിയെ ഉദ്ധരിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ മുസ്തഫ. ഗാന്ധിജി നീതിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഇന്ത്യയിൽ ആഗ്രഹിച്ച ഭരണരീതിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താ? ഇസ്ലാമിലെ ഖലീഫമാരായിരുന്ന അബൂബക്കർ, ഉമർ, ആദ്യത്തെയും രണ്ടാമത്തെയും ഖലീഫമാരായിരുന്ന അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ഭരണമാണ് ഞാൻ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് എന്ന് ഗാന്ധിജിയെ കൊണ്ട് പറയിപ്പിച്ചത് എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അബൂബക്കറും ഉമറും നീതിമാന്മാരായ ഭരണാധികാരികളായി മാറിയിട്ടുള്ളത്? ഉമർ തനി പോക്കിരിയായിരുന്നല്ലോ, തനി ചട്ടമ്പി. ആ ചട്ടമ്പിയെ പരിവർത്തിപ്പിച്ചുകൊണ്ട് നീതിയുടെ പര്യായം എന്ന് പറയാവുന്ന വിധത്തിൽ നീതിയുക്തമായിട്ടുള്ള ഭരണക്രമം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമേകിയത് എന്താണ്? അത് ഇസ്ലാമായിരുന്നു. അവിടെ ഖുർആൻ മനുഷ്യനോട് നീതിയെപ്പറ്റി പറയുമ്പോൾ ആദ്യം ഖുർആൻ വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരേന്നാണ്. അപ്പോൾ വിശ്വാസികൾക്ക് മാത്രമേ നീതി അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ നടപ്പിൽ വരുത്താൻ കഴിയൂ എന്നതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറയുന്നത്. മാത്രമല്ല, ഈ നീതി എന്ന് പറയുന്നത് മുസ്ലിങ്ങളോട് മാത്രമല്ല, മറ്റ് മതസ്ഥരോടും മതമില്ലാത്തവരോടും ഒക്കെ കൈക്കൊള്ളേണ്ട ഒരു സംഗതിയായിട്ടാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത്. വഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ എന്ന് ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് അമുസ്ലിങ്ങളുമായിട്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി വരെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അല്ലേ, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളോട് ദീനിൻ്റെ കാര്യത്തിൽ യുദ്ധം ചെയ്യുകയോ നിങ്ങളെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കുക, അവരോട് നീതിപൂർവ്വം വർത്തിക്കുക എന്നത് അള്ളാഹു നിഷിദ്ധാക്കുന്നില്ല, തടയുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു നീതിമാന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിന് ശത്രുക്കളുമായിട്ടാണെങ്കിലോ വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അൻ സദ്ദൂക്കും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅ്തദൂ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിങ്ങളെ കൂട്ടർ തടഞ്ഞു എന്നത് അതിൻ്റെ പേരിൽ അവരോടുള്ള വിരോധം നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കാൻ കാരണമായി കൂടാന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിക്രമം പ്രവർത്തിക്കാരനെ അനീതി ചെയ്യാം. അപ്പോൾ ആരോടും, ശത്രുവിനോടും മിത്രത്തോടും സ്വന്തക്കാരോടും ഒക്കെ നീതിപൂർവമായിരിക്കണം പെരുമാറേണ്ടതെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഇസ്ലാം കാര്യം എണ്ണുമ്പോൾ അതിൽ രണ്ടാമത് എണ്ണണോ വേണ്ടതല്ല ഇവിടെ പ്രധാനം.
മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ നീതി നടപ്പിൽ വരുത്താൻ അവന് പ്രചോദനം നൽകുന്ന സംഗതി അവൻ അള്ളാഹുമായിട്ട് അടുക്കുക എന്നുള്ളതാണ്. ഈ അടുപ്പത്തിന് ഏറ്റവും പ്രചോദകമായിട്ടുള്ള പ്രേരകമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാണ് അനുഷ്ഠാനം, ആരാധനകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആരാധനകളാണ് ഇസ്ലാമിൻ്റെ വളരെ മുഖ്യമായിട്ടുള്ള കാര്യം ആയിട്ട് എണ്ണേണ്ടത്. അങ്ങനെയാണ് ഹദീസിൽ എണ്ണിയിട്ടുള്ളതും. ഇത് പിന്നെ നിഷേധിച്ചുകൊണ്ട് ഒരാൾക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല, നീതിപൂർവമായിട്ട് പെരുമാറാനും കഴിയില്ലാന്നുള്ളതാണ്. അപ്പം പിന്നെ ഇസ്ലാമിന് അതിൻ്റെ ശരിയായിട്ടുള്ള പിന്നെ രീതിയിൽ ഉൾക്കൊള്ളാൻ സന്നദ്ധരല്ലാത്ത ആളുകൾ സ്വന്തം ഭാര്യമാരോട് കൂടി ഒരു നീതിപൂർവ്വം പ്രവർത്തിക്കൂല. സ്വന്തം ഭാര്യയെ തലാക്ക് ചൊല്ലിയിട്ട് ഭാര്യയ്ക്കെതിൽ കേസ് കൊടുക്കുകയും അവർക്ക് നൽകാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിട്ടുള്ള, അവർക്കും മക്കൾക്കും കോടതി നൽകാൻ വേണ്ടി കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ള പിന്നെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ മാസം മാസം നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ജീവിത അംശം ഇതുപോലും നൽകാതെ രക്ഷപ്പെട്ട് കളയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർ വലിയ പ്രസംഗകന്മാരും പണ്ഡിതന്മാരായി ചമയുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ അവർക്ക് ഇസ്ലാമിനോട് പ്രതിബദ്ധത ഉണ്ടാവില്ല, അള്ളാഹുവിനോട് പ്രതിബദ്ധത ഉണ്ടാവില്ല, അള്ളാഹു ഇതിൻ്റെ പേരിൽ തങ്ങളെ ചോദ്യം ചെയ്യുന്നുള്ള വിചാരം ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല, പരലോകത്തിൽ വേണ്ടത്ര വിശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെയാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീതി പുലരണമെങ്കിൽ, നീതിപൂർവമായിട്ട് മറ്റുള്ളവരോട് വർത്തിക്കണമെങ്കിൽ പോലും അവിടെ അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുമ്പോഴേ അത് സാധ്യമാവുള്ളൂ. അത് സാധ്യമാവണമെങ്കിൽ അവിടെ ആരാധനാ കാര്യങ്ങളിൽ നിഷ്ഠ ഉണ്ടാവേണ്ടതുണ്ട്, അതിൽ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ സംബന്ധിച്ച് ഇത്ര കണിശമായി പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം കഅബയുടെ ചാരത്ത് വന്നുകൊണ്ട്, അല്ലെങ്കിൽ കഅബ നിലനിൽക്കുന്ന ആ പ്രദേശത്ത് വന്നിട്ട് തൻ്റെ ഭാര്യയെയും കുട്ടിയെയും അവിടെ കുടിയിരുത്തി പോകുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രാർത്ഥന എന്താണ്? അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുള്ളത് റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യത്തി, നാഥ എന്നെ നീ നമസ്കരിക്കുന്ന ആളാക്കണം, എൻ്റെ സന്തതികളിൽ നിന്നും നമസ്കരിക്കുന്നവരുണ്ടാക്കണം എന്നാണ്. അപ്പോൾ നമസ്കാരത്തിന് ഇസ്ലാം നൽകിയിട്ടുള്ള പ്രാധാന്യത്തെ പറ്റിയാണല്ലോ പറയുന്നത്. എന്നിട്ടാണ് എത്ര നമസ്കാരമാണോ എന്ന് ചോദിക്കുന്നത്. ഈ നമസ്കാരങ്ങളൊക്കെ പറഞ്ഞാൽ നിർബന്ധ നമസ്കാരം എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ 5 നേരമേ ഉള്ളൂ. അത് നമസ്കരിച്ചാൽ അയാളുടെ ബാധ്യത തീർന്നു. ഇനി ബാക്കിയുള്ളതൊക്കെ ഐച്ഛികമായിട്ടുള്ള നമസ്കാരങ്ങളാണ്, സുന്നത്തുകൾ. അതൊരാൾക്ക് വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി. അതിൽ തന്നെ ഒരാൾക്ക് എത്ര വേണമെന്ന് അയാൾ തീരുമാനിച്ചതിനനുസരിച്ചാണ് അയാൾ നമസ്കരിക്കേണ്ടത്. ഇത് നിർബന്ധമായിട്ട് എല്ലാവരും നമസ്കരിക്കണമെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ അവർ പരസ്പരം അത് ആ രീതിയിൽ പറയാറുമില്ല. പ്രേരിപ്പിക്കും, ഐച്ഛികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദിനെ പറ്റി പറയുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല് നീര് കെട്ടുന്നവരെ നമസ്കരിക്കൂ എന്ന് ഹദീസിലുണ്ടല്ലോ. പരിഹാസപൂർവ്വമാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നബിയോട് പറഞ്ഞിട്ടുള്ള സംഗതിയല്ലേ. ഒരു മനുഷ്യൻ എത്ര സമയം ഉറങ്ങണം ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറഞ്ഞതെന്താ? മുസ്തഫൻ്റെ വാദം അനുസരിച്ച് ഖുർആനിൽ നസ്ഖില്ല, ദുർബലപ്പെടുത്താനുള്ളതില്ല. അപ്പോൾ സൂറത്ത് മുസ്സമ്മിൽ യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? യാ അയ്യുഹൽ മുസ്സമ്മിൽ, പുറത്ത് കിടക്കുന്ന പ്രവാചകരെ, ഖുമിൽ ലൈല, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. ഇവിടെ ഖുമിൽ ലൈലാണ് നമസ്കരിക്കണം എന്നല്ലെങ്കിൽ രാത്രി ഇങ്ങനെ എഴുന്നേറ്റ് കിടന്നാണോ? വെറുതെ അങ്ങനെ നിൽക്കല്ലല്ലോ. അപ്പോൾ അവിടെ നമസ്കരിക്കുകയാണ്. ഖുമിൽ ലൈല ഇല്ലാ ഖലീല, അതെത്ര? നിസ്ഫഹു, രാത്രിയുടെ പകുതി. അവിൻഖുസ് മിൻഹു ഖലീല, അല്ലെങ്കിൽ കുറച്ച് കുറക്കാം. അതല്ലെങ്കിൽ ഔ സിദ് അലൈഹി, കുറച്ച് കൂട്ടാം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സാധ്യത അനുസരിച്ച് ആൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നുള്ള നിലക്ക് എല്ലാ തെറ്റുകളും പുറത്തു കൊടുത്ത ആൾ എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. ഇപ്പോൾ അതായത് റസൂലേ, താങ്കൾ എന്തിനാണ് ഇത്രയൊക്കെ പ്രയാസപ്പെടുന്നത്? അത് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, താങ്കൾക്ക് കഴിഞ്ഞു പോയതും വരാനുള്ളതും ഒക്കെ അള്ളാഹ് പുറത്തു തന്നിരിക്കുക, എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത് ചോദിച്ചപ്പം
അഫല അക്കൂന അബദൻ ഷക്കൂറ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിനാണ് മൂപ്പര് പിന്നെ നമ്മളെ മൗലവി കളിയാക്കുന്നത്. അപ്പോൾ അബദുൻ ഷക്കൂർ ആവുക എന്നുള്ളത്, നന്ദിയുള്ള ആളാവുക എന്നുള്ളത് മനുഷ്യൻ ചെയ്യേണ്ട, വിശേഷിച്ചും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സിൽ കരുപ്പിടിക്കേണ്ടുന്ന, അവർ ആഗ്രഹിക്കേണ്ടുന്ന ഒരു സംഗതിയാണെന്നാണ് അതിലൂടെ പഠിപ്പിക്കുന്നത്. മുസ്തഫ അത് പറഞ്ഞു കേട്ടാൽ അബ്ദുൽ ഷക്കൂർ ആവണ്ട, പിന്നെ അബ്ദുൽ കഫൂറായാൽ മതി, നന്ദി കെട്ടവനായാൽ മതി, എന്നാലും സ്വർഗത്ത് പോകാമെന്ന. ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് എത്രത്തോളം അടുക്കുന്നുവോ അതിനനുസരിച്ചാണ് അദ്ദേഹം അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ, ആരാധനകളിൽ മുഴുകിക്കഴിയുമ്പം തന്നെയാണ് അയാൾക്ക് കൂടുതൽ ജനകീയമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള സംഗതികളിൽ ഏർപ്പാടുള്ള പ്രചോദനം ഉണ്ടാവുക. അതും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതാണ്. മനുഷ്യരോട് നന്ദിയില്ലാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കില്ല എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുമ്പം മനുഷ്യരോട് അടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്, മനുഷ്യരോട് അടുക്കാൻ ശ്രമിക്കുമ്പം അള്ളാഹുവിനോടും അടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ സന്തുലിതമായിട്ടുള്ള ഒരു രീതിയാണ് ഇസ്ലാം കൈക്കൊണ്ടിട്ടുള്ളത്, മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളും ഇസ്ലാമിലെ സാമൂഹിക പ്രവർത്തനങ്ങളും എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടിനെയും അകറ്റി നിർത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് മുയപ്പ് കാണിച്ചുകൊണ്ട് അതിന് മാത്രം പ്രാധാന്യം നൽകുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹുവിനോട് അടുക്കുമ്പോൾ തന്നെ മനുഷ്യനോട് അടുക്കണം, മനുഷ്യനോട് അടുക്കുമ്പോൾ തന്നെ അള്ളാഹുവിനോട് അടുക്കേണ്ടതുണ്ട്. ഇത് രണ്ടും സമഞ്ജസമായി സമ്മേളിപ്പിച്ചു കൊണ്ടുപോകുമ്പോഴാണ് മനുഷ്യൻ ഏറ്റവും നല്ല മുസ്ലിമായി മൂമിനായി മാറുന്നത് എന്നുള്ളതാണ്. ഇത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ ഇല്ല എന്നുള്ളതാണ് മുസ്തഫയോട് നമ്മൾക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹം ഈ പറയുന്നതിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ? അതില്ലാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹം നമസ്കാരത്തെ ഇങ്ങനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എത്ര നിസ്കാരമാണോ ഉള്ളത് എന്ന് പറയേണ്ടി വരുന്നത്. അപ്പം മനുഷ്യന് അവനെ അള്ളാഹുമായിട്ട് അടുപ്പിക്കുന്ന സംഗതികൾ ഒരു ഭാഗത്ത് പറയുമ്പം തന്നെ മനുഷ്യരുമായിട്ട് അടുപ്പിക്കുന്ന സംഗതികളും, ഈ മനുഷ്യനോടടുക്കുമ്പോൾ പോലും അള്ളാഹുവിനോട് മനുഷ്യൻ അടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള ആരാധനാ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതല്ലാതെ ആരാധന കൊണ്ട് മാത്രം മനുഷ്യന് രക്ഷപ്പെട്ട് കളയാമെന്നോ സാമൂഹിക സേവനം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട് കളയാമെന്നോ രണ്ടും വിശുദ്ധ ഖുർആന് പഠിപ്പിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായി ഉദ്ധരിച്ചു വന്ന ഹദീസുകളിൽ കാണാൻ സാധ്യമല്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, മുസ്ലിങ്ങളും അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മുസ്ലിങ്ങൾ ഇത് രണ്ടും സമ്മേളിപ്പിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് കാണാനുള്ള കണ്ണ് ഇല്ല എന്നുള്ളതാണ് മുസ്തഫയെ പോലുള്ള ആളുകളുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതവർ കാണാൻ കൂട്ടാക്കില്ല എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥ അവസ്ഥ എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.